രാവിലെ അടുക്കളയ്ക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ഉമ്മ പത്തിരി ഉണ്ടാക്കുന്നതാട്ടോ. ഉമ്മക്ക് നന്നായിട്ട് പത്തിരി ഉണ്ടാക്കാൻ അറിയാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഉമ്മ തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ ഉമ്മമാരിങ്ങനെ എനർജറ്റിക്കായി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ് അല്ലേ. അൽഹംദുലില്ലാ, നമ്മുടെ ഉമ്മമാർക്കൊക്കെ പടച്ചോന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ആമീൻ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ബാക്കിയുള്ള പണികളിലേക്ക് കടന്നു. വേഗം ചോറടുപ്പത്ത് വെച്ച് നമ്മൾ തേങ്ങ ചിരകി അതൊന്ന് വറുത്തെടുക്കാൻ നോക്കി. തേങ്ങ ചിരകിയിട്ട് അതിൽ കുറച്ച് ജീരകവും പിന്നെ ഉള്ളി, ചെറിയ ഉള്ളിയും കുഞ്ഞുള്ളി അല്ലേ, ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് കറിവേപ്പിലും കുറച്ച് മല്ലിയിലയും ചുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വറുത്ത് വെച്ചു. എന്നിട്ട് ഉമ്മ ആദ്യം തന്നെ കറി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് അതൊന്ന് അടച്ചു വെച്ചു. പിന്നെ നമ്മൾ ചൂടാറിയ വറുത്ത് വെച്ച് തേങ്ങ ഒന്ന് അരച്ചെടുത്ത് ആ അരപ്പ് അതിലേക്ക് പകർത്തി. പിന്നെന്താ, കുറച്ച് വെളിച്ചെണ്ണയും ഉള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും മല്ലിപ്പൊടി എടുത്ത് നമ്മളെന്താ സെറ്റാക്കി എടുത്തു. എന്തൊരു സ്മെല്ലാണെന്നറിയോ ഇതിനൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെന്തായി ചായ കുടിക്കുക. പെട്ടെന്ന് ചായ കുടിച്ചു. ഈ ഒരു സ്മെല്ല് കേട്ടാൽ പിന്നെ നമുക്ക് ഒരു കൺട്രോളും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് വയറ് നിറക്കാൻ തോന്നും. അത്രയും നല്ല സ്മെല്ലാണ് ഈ തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറിക്ക്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലെഗോൺ ആണ് കേട്ടോ, ബ്രോയിലറല്ല, ലെഗോൺ ചിക്കൻ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതൊരു വേറെ ലെവലാണ് കണ്ടോ. പത്തിരിയിലേക്ക് ആ കറിയൊക്കെ ഒഴിച്ച് ചിക്കന് കുറച്ചധികം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ എല്ലിൻ്റെ കഷ്ണമാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും അടിപൊളി.